നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പല ബിസിനസ് ഉടമകൾക്കും എന്തുണ്ടാവും, നമ്മുടെ ജീവനക്കാരെ കുറിച്ചിട്ട് പരാതികൾ ഉണ്ടാവും. അവര് ആവശ്യമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നില്ല, കൃത്യമായ സമയത്ത് ബിസിനസ്സിൽ വരുന്നില്ല, ജോലിക്ക് ഹാജരാകുന്നില്ല, അതേപോലെ കസ്റ്റമറോട് നല്ല രൂപത്തിൽ പെരുമാറുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പരാതികളുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ. എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം? എന്താണ് ഇത്തരത്തിൽ പരാതികൾ നമ്മൾ പറയുമ്പോൾ, ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പല ആളുകളും ചിന്തിക്കാറില്ല, അതിനെക്കുറിച്ച് പഠിക്കാറില്ല. നമ്മുടെ റെസ്റ്റോറന്റ് ബിസിനസിന്റെ ലാൻഡ്സ്കേപ്പിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, 80% ബിസിനസ്സുകളിലും ഇത്തരത്തിലെ ജീവനക്കാരെ കുറിച്ചുള്ള പരാതികളുള്ള ബിസിനസ് ഉടമകളാണുള്ളത്. ബാക്കി ഒരു 20% വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകുന്നുണ്ട് ബിസിനസ്. അത്തരം ബിസിനസ്സുകളാണ് സക്സസ് ആകുന്നത്. അവിടെയാണ് അതിന്റെ പ്രത്യേകത. 80% ആളുകൾക്കും ജീവനക്കാരെ കുറിച്ചുള്ള പരാതികൾ കൂടുതലുള്ള റെസ്റ്റോറന്റുകളാണ്. ആ റെസ്റ്റോറന്റുകൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള 20%-ന് ജീവനക്കാരെ കുറിച്ച് പരാതികളില്ല, അവർ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ജീവനക്കാരെന്ന് പറയുന്നത് അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത്, നമ്മൾ പരിശീലിപ്പിച്ച് നമ്മളുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ആളുകളാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ നമ്മുടെ ഏറ്റവും വലിയ മിസ്സിംഗ് പോയിന്റ് അതാ. നമ്മുടെ ജീവനക്കാരെ ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നമ്മൾ നൽകാറില്ല. ഇന്ന് ഏതൊരു കമ്പനികളെ നിങ്ങൾ എടുത്തു നോക്കിയാലും അവിടെ ഒരു ജീവനക്കാരൻ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു ഓൺ ബോർഡിംഗ് പ്രോസസ് ഉണ്ട് അല്ലെ, ഓൺ ബോർഡിംഗ് ട്രെയിനിങ് ഉണ്ട്. എന്താണ് ഈ ഓൺ ബോർഡിംഗ് ട്രെയിനിങ് എന്ന് പറയുന്നത്? ഒരു ജീവനക്കാരൻ ആ ഒരു ബിസിനസ്സിലേക്ക് അല്ലെ ഒരു കമ്പനിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ കമ്പനിയുടെ കൾച്ചറുമായിട്ടും അവിടെയുള്ള അദ്ദേഹം ചെയ്യേണ്ട ജോലികളുമായിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ് യോജിപ്പിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓൺ ബോർഡിംഗ് എന്ന് പറയാറുള്ളത്. ഇത് നമ്മുടെ റെസ്റ്റോറന്റുകളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. ഇല്ല എങ്കിൽ നമ്മുടെ ജീവനക്കാരെ പെർഫെക്ഷനിൽ കുറവ് വരും. കാരണം അവർക്ക് നമ്മുടെ ബിസിനസ്സിലെ കൾച്ചർ എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. നമ്മുടെ ബിസിനസ്സിൽ ഏത് രൂപത്തിലാണ് ഈ ജോലികളെ പൂർത്തീകരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല, ഈ വരുന്ന ആൾക്കറിയില്ല. അദ്ദേഹം എന്ത് ചെയ്യും? അയാൾക്ക് അറിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. അത് ബിസിനസ് ഓണറുടെ കാഴ്ചപ്പാടിൽ പെർഫെക്ഷൻ അല്ലാതായിട്ട് മാറും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ജീവനക്കാർക്ക് പരിശീലനം കൊടുക്കണം എന്ന് പറയാറുള്ളത്. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിൽ ജീവനക്കാർക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പരിഗണിക്കേണ്ടത് അവരുടെ പരിശീലനം നിങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. ഇനി രണ്ടാമതായിട്ട് ജീവനക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നത് അവർക്ക് ഈ ബിസിനസ്സിൽ നിന്ന് വളരാനുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിൽ വരും. ഒരാളിപ്പോ ഒരു വെയിറ്റർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതകാലം മുഴുവനും അയാൾ വെയിറ്റർ ആയിട്ട് തന്നെ ആ ബിസിനസ്സിൽ നിലനിൽക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല, ഇല്ലേ? ആ ബിസിനസ്സിനോടൊരു റിജക്ഷൻ ഫേസ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് അയാൾക്ക് നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് വളരാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. നമ്മൾ ഇയർലി സാലറിയിൽ ഒരു ചെറിയ വർധനവ് കൊടുക്കുന്നത് ഒഴികെ നമുക്ക് ബിസിനസ്സിൽ എന്ത് ചെയ്യണം? പ്രൊമോഷൻസ് നമ്മൾ പറയാറുണ്ട് അല്ലെ. നമുക്കൊരു വെയിറ്റർ ആയിട്ട് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ ആവാനും, ക്യാപ്റ്റനിൽ നിന്ന് ഫ്ലോർ മാനേജർ ആവാനും, ഫ്ലോർ മാനേജറിൽ നിന്ന് ജനറൽ മാനേജർ ആവാനുമുള്ള അവസരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ്സിൽ ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയണം. ഇങ്ങനെ രൂപപ്പെടുത്തുന്ന സമയത്ത് ഈ വരുന്ന ജീവനക്കാരൻ വളരെ ഹാപ്പി ആയിരിക്കും. അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും? ഈ വളരാനുള്ള അവസരത്തിനനുസരിച്ച് വളരാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? മാക്സിമം പ്രൊഡക്ടിവിറ്റി അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ കൊണ്ടുവരും. അപ്പൊ നമ്മുടെ പരാതികൾ ഉണ്ടാവില്ല നമുക്ക്. കാരണം നമുക്ക് കിട്ടേണ്ട നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ബിസിനസ്സിനുള്ളിൽ ഇത്തരത്തിലുള്ള വളരാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവനക്കാർക്ക് കൊടുക്കുമ്പോൾ അവർ തന്നെ പ്രവർത്തിച്ചു തുടങ്ങും, അവർ തന്നെ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തുള്ള പ്രൊഡക്ടിവിറ്റി അവർ കൊണ്ടുവരും. അപ്പൊ നമ്മുടെ പരാതികളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവനക്കാരെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അവരെ കൂടുതൽ കാലം നമ്മുടെ ബിസിനസ്സിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാർഗങ്ങൾ ഇതൊക്കെയാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക, അവർക്ക് വളരാനുള്ള അവസരം കൊടുക്കുക, അവർക്ക് നല്ല വേതനങ്ങൾ കൊടുക്കുക, അവർക്ക് നല്ല ഫുഡും അക്കോമഡേഷനും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവനക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവർ നല്ല പ്രൊഡക്ടിവിറ്റി ഉള്ള ആളുകളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. താങ്ക് യു.